പറയുന്നത്. മഴ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സമീപം രൂപപ്പെട്ട പുൽത്തകിടി ഇപ്പോൾ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ റിസർവോയർ ആണ്. ഡാമിൻ്റെ ഷട്ടർ തുറന്നപ്പോൾ വിശാലമായ പുൽത്തകിടിയും കൊച്ചരുവികളും അവിടെ നിന്ന് നോക്കിയാൽ ഇടമലയാർ പുഴയും കോടമഞ്ഞ് തങ്ങി നിൽക്കുന്ന മലനിരകളും കാണാം. ഇത് കാണാൻ അവധി ദിവസങ്ങളിൽ വലിയ ആൾക്കൂട്ടമാണ് എത്തുന്നത്. കോതമംഗലത്ത് നിന്ന് 15 കിലോമീറ്റർ ദൂരമാണ് ഈ പ്രദേശത്തേക്ക് ഉള്ളത്. ശരിക്കും ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതം കാണാൻ വന്നതാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെയുള്ള സ്ഥലത്തെക്കുറിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന പേര് അനർത്ഥമാക്കുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഫോട്ടോ എടുക്കാനും ചെറിയ വെള്ളച്ചാട്ടവും അരുവിയൊക്കെ പോലെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം കാണുന്ന ആളുകൾ ഇതും കൂടെ കണ്ടാലാണ് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ എന്ന് ഞാൻ പറയുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. കുഞ്ഞിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഹാരിസ്, ഇതെൻ്റെ കുഞ്ഞിപ്പെണ്ണ്. എൻ്റെ പേര് നിഫിൻ. ഞാൻ ഈ പ്രദേശവാസിയാണ്. അതിമനോഹരമായ ഈ ടൂറിസം പ്ലേസ് തട്ടേക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണുള്ളത്. തട്ടേക്കാട് ലോകപ്രശസ്തമായ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയുടെ ചേർന്ന് കിടക്കുന്ന ഈ അതിമനോഹരമായ പ്രദേശം ടൂറിസം പർപ്പസിന് വളരെയധികം ആളുകൾ വരികയും ഒത്തിരി ഞായർ തുടങ്ങി അവധി ദിവസങ്ങളിലൊക്കെ വളരെയധികം ടൂറിസ്റ്റുകൾ വരികയും വിസിറ്റേഴ്സ് വരികയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിമനോഹരമാണ്. പുഴകളും കാടുകളും മലകളും അരുവികളും ഒക്കെയുള്ള അതിമനോഹരമായ സ്ഥലമാണ്. വളരെയധികം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലൻഡ്. അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഈ നമ്മുടെ ഈ തട്ടേക്കാടുള്ള കൊച്ചു പുൽമേടും പുൽപ്രദേശങ്ങളും ഈ പറയുന്ന വെക്കലാൻഡുകളും ഒക്കെ അതിമനോഹരമാണ്. ടൂറിസ്റ്റിന് അത്രത്തോളം ആളുകൾ വന്ന് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും വരട്ടെ, എല്ലാവരും ഇവിടെ വരണം, ഇത് ആസ്വദിക്കണം. ഈ പുഴകളുടെ ഭംഗിയും മലകളും എല്ലാം ആസ്വദിച്ച് പോകണം. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ കാണുന്ന ഇവിടെ മാലിന്യങ്ങളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റുള്ള മാലിന്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ദയവ് ഡംപ് ചെയ്യരുത്. കാരണം അതിമനോഹരമായി കിടക്കുന്ന ഈ സ്ഥലത്തെ ഇനിയും നമുക്ക് ഇതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ വരുന്ന ആൾക്കാർ ഈ മാലിന്യങ്ങളോ പ്ലാസ്റ്റിക്കോ ഒന്നും നിക്ഷേപിക്കാതെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ വരുമ്പോൾ ടൂറിസം പ്ലേസ് ആകുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളും കൂടുകളും കവറുകളും മിഠായി കവറുകളും ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോവുകയും ഇപ്പോൾ ഡംപ് ചെയ്യാതെ ഈ സ്ഥലത്തെ അതിമനോഹരമായി തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. അടിപൊളിയാണ്.